എല്ലാ TCV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണസദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് വിഭവങ്ങൾ വരും അല്ലേ? അതുപോലെ തന്നെ ഓണത്തിന് നിങ്ങൾക്കായി ഒരുപാട് വിഭവങ്ങൾ, ഒരുപാട് പരിപാടികളുമായി TCV എത്തിയിരിക്കുകയാണ്. ഇന്ന് ഓണക്കൂട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ എത്തിയിട്ടുള്ളത് തൃശ്ശൂർ അത്താണിയിലുള്ള അമ്പലപുരത്താണ്. ഇന്ന് ഓണക്കൂട്ടിലെ വിഭവം എന്താണ്, നമുക്കത് ഉണ്ടാക്കി തരുന്നത് ആരാണ്, ഒക്കെ നമുക്ക് നോക്കാം. എല്ലാ TCV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ ഓണത്തിന് സദ്യ ഒരുക്കുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ ചേർന്നിട്ടാണല്ലോ സദ്യ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ TCV പ്രേക്ഷകർക്കായി ഈ ഓണത്തിന് ഒരുപാട് വിഭവങ്ങൾ, ഒരുപാട് പരിപാടികൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഓണക്കൂട്ടുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഓണക്കൂട്ടുമായിട്ട് നമ്മൾ തൃശ്ശൂർ അത്താണിയിലുള്ള അമ്പലപുരം എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് രണ്ട് കൂട്ടുകാരാണ് കേട്ടോ, ഷിബു, സ്വപ്ന. രണ്ടാൾക്കും ഓണാശംസകൾ. നല്ല ഓണക്കോടിയൊക്കെ ആയിട്ട് ഓണം എത്തിയില്ലേ? എന്താണ് ഇത്തവണത്തെ ഓണവിശേഷങ്ങള്? നല്ല വിശേഷം. നമ്മൾ ഓണത്തിന് ഓരോ തവണയും നമ്മൾ ഓണം വ്യത്യസ്തമാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാറുണ്ടോ? ഇപ്രാവശ്യം അങ്ങനെ ഓണത്തിന് ഈ കൊല്ലത്തെ ഓണത്തിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? പ്രത്യേകമായിട്ട് ഞങ്ങളിപ്പോ ഒരു തിരുവാതിരക്കളി ടീമുണ്ട്, അതിന്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, അതൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതെ, പിന്നെ കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, അതിൽ ഞങ്ങൾ ഓണപരിപാടികൾ, ഓണാഘോഷം കഴിക്കാറുണ്ട്. പിന്നെ എല്ലാരും കൂടി പായസം ഉണ്ടാക്കും, കഴിക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു രസകരമായിട്ടുള്ള ഓണമാണ് നമുക്ക് ഇത്തവണ അല്ലെ? അതെ. ഇപ്പൊ ഓണക്കൂട്ടില് നമ്മള് ഒരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. എന്താണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്? നമ്മള് കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. കൂട്ടുകറി. ഓണസദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റി നിർത്താനായിട്ട്, ഓണസദ്യ എന്ന് മാത്രമല്ല, സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കൂട്ടുകറി ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ കൂട്ടുകറിയാണ് ഇന്ന് നമ്മൾ ഒരുക്കുന്നത്. അപ്പോ കൂട്ടുകറിയാണോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള? അവളുടെ കൂട്ടുകറി നല്ല ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കൂട്ടുകറി. അത് പണ്ടൊക്കെ സദ്യയില് ഉണ്ടായിരുന്ന കൂട്ടുകറി, അതിപ്പോ നല്ല ഫേമസ് അല്ലേ, അപ്പൊ അത് കാരണം അത് ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പൊ നമുക്ക് ഇനി വിശേഷങ്ങൾ കുറെ കേൾക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാൻ തോന്നുന്നു ആദ്യം തന്നെ അല്ലെ? എന്തൊക്കെയാണ് നമ്മുടെ കൂട്ടുകറി വിഭവത്തിന് നമ്മൾ വേണ്ട ഐറ്റംസ്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? മെയിനായിട്ട് നമുക്ക് കടലപ്പരിപ്പാണ്. അത് കുതിർത്തിട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ വെക്കും. മതി. പിന്നെ വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കടല വെച്ചിട്ടും ഉണ്ടാക്കും, പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് നമ്മൾ കടലപ്പരിപ്പ് വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ്. കടല വെച്ചിട്ടുള്ളതും ഇപ്പൊ കുറെ കാണാറുണ്ട് കൂട്ടുകറി അല്ലെ? ശരിക്കും കടലപ്പരിപ്പാണ് യൂസ് ചെയ്യുക. സദ്യയിലൊക്കെ കടലപ്പരിപ്പാണ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ ചേന, കായ, പിന്നെ ശർക്കര, പിന്നെ നാളികേരം, പിന്നെ നാളികേരം ജീരകം കൂടി ഒന്ന് ഒതുക്കിയെടുത്തത്. നന്നായിട്ട് അരയ്ക്കാൻ പാടില്ല, ഒന്ന് ഒതുക്കി, അവിലിന്റെ ഒക്കെ ഒരു പരുവത്തിന് ഒന്ന് ഒതുക്കിയെടുത്തത്. പിന്നെ ഒരിക്കലും വെളിച്ചെണ്ണ, കടുക്, പിന്നെ അതൊക്കെ കാച്ചാനായിട്ടുള്ളത്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകം, ഇത്രയൊക്കെ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് തീ കത്തിച്ചു തുടങ്ങാം അല്ലെ? നമ്മളിത് ഉണ്ടാക്കാനായിട്ട് എങ്ങനത്തെ പാത്രം ഉപയോഗിക്കണം? അങ്ങനെയൊന്നും ഇല്ല, നോൺ സ്റ്റിക്കിന്റെ ആണ് ഇപ്പൊ നമ്മൾ സാധാരണ യൂസ് ചെയ്യണത്. അതിലാദ്യം നമ്മൾ കടലപ്പരിപ്പ് കുതിർത്തി വെച്ചത് ഇടുക. ഒരു 5 മിനിറ്റ് മുൻപേ കുതിർത്തി വെച്ച കടലപ്പരിപ്പാണ്. ഇതിന് അളവൊക്കെ ഉണ്ടോ? നമ്മൾ എത്ര അളവ് എടുക്കണം? ഇല്ല, നമ്മൾ ആ കഷ്ണത്തിനനുസരിച്ചിട്ട് ഒരു 1/2 കപ്പ് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് കുതിർന്ന് കഴിയുമ്പോ ഇരട്ടിയാവും. അപ്പൊ നമ്മൾ അതിന്റെ ആവശ്യത്തിനുള്ളത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ? നമ്മള് എടുക്കുന്ന അളവ് കുറച്ച് കൂടും, കുതിർന്ന് വരുമ്പോ കുറച്ച് അളവ് കൂടുന്നത് കൊണ്ട് തന്നെ കുറച്ച് കണക്കനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ കടലപ്പരിപ്പ് വേവാനായിട്ടുള്ള വെള്ളം നമ്മൾ അതിൽ ഒഴിക്കുക. വേവാനായിട്ട് എത്ര വേണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 10-15 മിനിറ്റ്. കടലപ്പരിപ്പ് കിടക്കുന്നതിന്റെ കുറച്ചൊരു ഹൈറ്റിൽ വെള്ളം മതി അല്ലേ? ഇത് നീ വേവണം, വേവുന്ന വരെ ഒരു കുറച്ച് ടൈം ഉണ്ട് അല്ലേ? നമ്മള് ഈ പറഞ്ഞതുപോലെ ഈ ഓരോന്നും എടുക്കുന്ന അളവിനെ കുറിച്ച് പറയുമ്പോൾ, ഇത് നമ്മൾ എത്ര പേർക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത്? അതൊരു 4 പേർക്കൊക്കെ അതിന്റെ ഒരു കണക്കനുസരിച്ചാണ് ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അല്ലെ? ഈ കടലപ്പരിപ്പ് വേവുന്ന വരെ ഒരു സമയമുണ്ട്. നിങ്ങള് ഫ്രണ്ട്സ് ആണ്? ഒരുപാട് വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണോ? ഞങ്ങൾ ഒരുപാട് വർഷമായിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. തിരുവാതിരക്കളി നിങ്ങളൊക്കെ ഒരു ടീമാണോ? ഒരു വീരനാട്യം ടീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ തിരുവാതിരക്കളിയിലാണ് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ അതിപ്പോ വീരനാട്യമായി. ഒരുപാട് പേരുണ്ട് അതില്. കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, കുറച്ച് ഏജ്ഡ് ആയ ആൾക്കാരുണ്ട്. എല്ലാരും പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്കിങ്ങനെ ഓണക്കാലൊക്കെ ആകുമ്പോ ഒരു നല്ല സീസൺ ആണല്ലോ. ഒരുപാട് പ്രോഗ്രാംസ് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വീണ്ടും ബുക്കിംഗ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ബുക്കിംഗ് വരുന്ന സമയത്താണോ നമ്മൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാതോ? പരിപാടി വരുന്നില്ലെങ്കിലും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാം വരണ കാരണം ഡെയിലി പ്രാക്ടീസ് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു വലിയൊരു ടീമായിട്ട് എന്നും വൈകുന്നേരം ഇങ്ങനെ കൂടാൻ പറ്റുക, അതൊരു രസമല്ലേ? തിരക്കും പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഗെറ്റ് ടുഗദർ പോലെ. മിക്ക ആൾക്കാർ ജോലിക്കാരാണ്. അപ്പൊ എന്തായാലും അവർക്ക് വൈകുന്നേരമാണ് വരാൻ പറ്റും, കിട്ടുള്ളൂ.
അപ്പൊ അങ്ങനെ അടിച്ചു പൊളിച്ചു പോവാണ്. ഓണം വേണമെന്നൊന്നുമില്ല അല്ലെ? എപ്പോഴും ഇതുപോലെ ആക്റ്റീവാണ്. നിങ്ങളുടെ ടീമില് എത്ര പേരുണ്ടായിരിക്കും ഏകദേശം? ഞങ്ങളുടെ ടീമിൽ ഇപ്പൊ 10 പേരാണ് ഉള്ളത്. പിന്നെ കുറച്ച് പേരും കൂടി ഞങ്ങള് കൂടട്ടെ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ആൾക്കാർ വരുന്നുണ്ട്. അതെ അതെ. നിങ്ങള് വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അത്താണി NITC വർക്ക് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് സ്ഥാപനമാണ്. അതിന്റെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്നു. 2 വർഷമാവാറായി. ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പോകുന്നില്ല. ഇപ്പൊ വീട്ടിൽ തന്നെയാണ്. വീട്ടിലാണ്. ഒരു ബിസിനസ് പരിപാടി ഓൺലൈൻ ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സാരി ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. സാരി ബിസിനസ് എന്ന് പറയുമ്പോൾ ഈ ഓണക്കാലം നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സീസൺ ആണല്ലോ അല്ലെ? അതെ, സ്പെഷ്യൽ ആയിട്ട് സീസൺ തന്നെയാണ്. പോയിക്കൊണ്ടിരിക്കേണ്ടത് നന്നായിട്ട് തന്നെയാണ്. ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോഴേ നമ്മള് ബൾക്കായിട്ട് എടുത്ത് പല ഭാഗത്തേക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ബൾക്കായിട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന്റെ ഒരു ഇതായി കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഇത് ട്രെൻഡിങ് മാറുന്ന അനുസരിച്ച് നമ്മൾ അതിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കും. എല്ലാവരും സെലക്ട് ചെയ്തിട്ട് നമുക്ക് പറയുമ്പോൾ നമ്മളത് ഓൺലൈൻ അത് കൊറിയർ ആയിട്ട് നമ്മൾ ചെയ്തു അയച്ചു കൊടുക്കും അല്ലെ? നിങ്ങൾ തമ്മില് പാർട്ട്ണർഷിപ്പ് വരുന്ന ഒരു ബിസിനസ്സും ഉണ്ടായിരുന്നല്ലേ? ഞങ്ങൾ ആദ്യം ചന്ദനത്തിരിയുടെ ഒരു ബിസിനസ് കുടുംബശ്രീക്കാർ കുറച്ച് പേര് ജോലിക്ക് പോകാത്തവരുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊരു വരുമാന മാർഗ്ഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അപ്പൊ അങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയതാ. ഇങ്ങനെയാണ് ഞങ്ങൾ പാർട്ട്നേഴ്സ് ആയത്. അതെ അതെ അങ്ങോട്ട് അതെ അതെ. ഓരോരുത്തർ ജോലിക്ക് പോയി തുടങ്ങിയപ്പോ ടൈം കിട്ടാതെ എന്നാലും നിർത്തിയിട്ടില്ല, ചെറുതായിട്ട് ഒരു വഴിക്ക് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ മാനേജ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും ബിസിയാണ്. സാധാരണ ആൾക്കാരെ അറിയില്ല ടൈം ഇല്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ ടൈം ഇല്ലെങ്കിലും ടൈം കണ്ടെത്താണ് ഞങ്ങൾ അതൊക്കെ ചെയ്യാൻ. രാത്രി 10 മണി വരെ ശരിക്കും പ്രാക്ടീസ് ഉണ്ട്. എല്ലാം 7-7:30 തുടങ്ങി കഴിഞ്ഞാൽ 9:30-9:45 വരെ പ്രാക്ടീസ് ഉണ്ട്. എന്നിട്ടാണ് എല്ലാരും വീട്ടിൽ പോവാറ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഹസ്ബൻഡിന്റെയും പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. കാരണം ഞങ്ങൾ 10 മണിയാവും വീട്ടിലേക്ക് എത്താൻ തിരിച്ച് പ്രാക്ടീസിന്. ഒന്നും അവര് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതിന് നല്ല സപ്പോർട്ടാണ് ആളെല്ലാരും. അങ്ങനെ വീട്ടുകാരുടെ സപ്പോർട്ട് മുന്നോട്ട് പോവാണല്ലേ? അങ്ങനെ നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആ കായ എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അല്ലേ? ഈ കായ വേവുന്ന സമയം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ഇതിലേക്ക് ഈ നാളികേരം നന്നായി വറുത്തിട്ടിരിക്കണം. അതാണ് കൂട്ടുകറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ആ കൂട്ടുകറിയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ വറുത്തെടുത്ത നാളികേരമാണ്. അപ്പൊ ആ മെയിൻ പരിപാടിയിലേക്കാണ് ഇനി കിടക്കാനായിട്ട് പോകുന്നത് അല്ലേ? ഈ കൂട്ടുകറി ഉണ്ടാക്കാൻ നന്നായി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ള റെസിപ്പിയാണ്. പണ്ടൊക്കെ സദ്യക്ക് മുമ്പ് എനിക്ക് കൂട്ടുകറി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ പിന്നെ അത് ഒന്ന് മാരേജ് കഴിഞ്ഞപ്പോ കഴിക്കാൻ നമ്മുടെ ഒരു മെയിൻ ആയിട്ട് ഉണ്ടാക്കി തുടങ്ങി അല്ലേ? പിന്നെ അമ്മ നന്നായിട്ട് ഉണ്ടാക്കായിരുന്നു കൂട്ടുകറി. അപ്പൊ അമ്മയുടെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം വെച്ചപ്പോ നന്നായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഓണസദ്യയിലെ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള വിഭവം ഏതാ? അവിയൽ ഉണ്ടാക്കുന്നതും നന്നായിട്ട് അവിയൽ തന്നെയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം ആയിരിക്കുമല്ലോ നമ്മൾ ഏറ്റവും നന്നായി ഉണ്ടാക്കുക. ആ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട്. അതെ അതെ. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു 3 സ്പൂണ് വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കാം. വീട്ടിലുള്ളവർക്കും ചേച്ചിയുടെ കൂട്ടുകറി ഇഷ്ടമാണോ? കൂട്ടുകറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് കുറച്ച് മധുരം ഉണ്ടല്ലോ. അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ നമുക്ക് അതിലേക്ക് നാളികേരം വറുക്കാനുള്ളത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുഴുവൻ നാളികേരത്തിന്റെ ഫുള്ള് ആണ് ചിരകി എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ പകുതിയാണ് നമ്മള് ജീരകം ആക്കിയിട്ട് അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ബാക്കി പകുതിയാണ് നമ്മള് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 കറിവേപ്പിലയുടെ തണ്ടും കൂടി. അപ്പൊ നമ്മൾ ഇത് നാളികേരം വറുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. അതെ 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 അതെ. നല്ല ബ്രൗൺ നിറമാവണ വരെ വറുത്തോണ്ടിരിക്കും. ശ്രദ്ധ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അത് ആകെ കരിഞ്ഞൊരു കറക്റ്റ് ഒരു ടൈമിൽ അത് എടുത്ത് മാറ്റണം എന്നുള്ളതാണ്. നമ്മളിത് ആവുന്ന വരെയുള്ള ടൈം ഫ്രീ ആണല്ലോ, ഒന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ നിന്ന് പോയിട്ടുള്ള അനുഭവം ഉണ്ടോ ഓണത്തിന് സദ്യ ഒരുക്കുന്ന സമയത്തെങ്ങാനും? ഇല്ല, ഫസ്റ്റ് ടൈം ഞാൻ ഈ കൂട്ടുകറി വെച്ചപ്പോ ഈ പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചു പോയി. അപ്പൊ അത് ഉടഞ്ഞു, വേവ് കൂടി പോയി. അപ്പൊ നമ്മളൊരിക്കലും ഈ പരിപ്പ് കുക്കറിലിട്ട് വേവിക്കരുത്. അത് പകുതി വേവാ പാടുള്ളൂ. ടേസ്റ്റ് ഒക്കെ കറക്റ്റ് വന്നു. പക്ഷെ ഈ സംഭവം ഒന്ന് കുഴഞ്ഞു പോയി. പിന്നെ 2ാമത്തെ തവണ ഉണ്ടാക്കിയപ്പോ ശരിക്കും നമ്മൾ സദ്യയിൽ ഉണ്ടാക്കണ അപ്പൊ നമ്മളത് സെപ്പറേറ്റ് വേവിക്കുക ചെയ്യാറ്. ചേച്ചിക്ക് ഇങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ?
ഇല്ല, അങ്ങനെ വെച്ചാൽ ഞാൻ പാചകം ചെയ്യൽ വളരെ കുറവാണ്. അതുകൊണ്ട് അബദ്ധം അമ്മയാണ് കൂടുതലും ചെയ്യാറ്. ഞാൻ അങ്ങനെ പാചകത്തിലേക്ക് പോക്ക് കുറച്ച് കുറവാണ്. അമ്മ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഷ്ണം നുറുക്കി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാറ്. പക്ഷെ നോർത്ത് ഡിഷസ് ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കും. ഡിഷസ് എനിക്കറിയാം നന്നായിട്ട് ഉണ്ടാക്കാൻ. ഓ, അപ്പൊ നമ്മുടെ കേരള സ്റ്റൈലിലേക്ക് വരുമ്പോ മാറി നിൽക്കുമെങ്കിലും നോർത്ത് കയറി പിടിക്കും. നോർത്ത് ഇന്ത്യൻ ഡിഷസ് എങ്ങനെയാ? എന്റെ അച്ഛന്റെ ഫാമിലി ഫുൾ നോർത്ത് അവിടെ സെറ്റിൽഡ് ഉള്ള ആൾക്കാര്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഡിഷസ് ഒക്കെ നമുക്ക് മിക്കവാറും ഞങ്ങൾ പോവാറുണ്ട് വെക്കേഷനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാ നോർത്ത് ഇന്ത്യൻ ഡിഷസില്? അതില് ബേഗൻ കെ ഭർത്ത എന്ന് പറയും. അതായത് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു ഡിഷാണ്. അത് നമ്മുടെ ഒരു മെയിൻ ഐറ്റം മെയിൻ ഐറ്റമാണ്. അവിടുത്തെ ഒരു മെയിൻ ആയിട്ടാണ്, അവിടുത്തെ ഒരു മെയിൻ ആയിട്ടാണ് നോർത്ത് ഇന്ത്യനില്. നമുക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് തുറുപ്പ് ഷീറ്റ് ഇറക്കുമല്ലോ ആവശ്യം വരുന്ന സമയത്ത്. എന്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടം അവിടുത്തെ ദാലാണ്, നോർത്ത് ഇന്ത്യൻ ദാൽ. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ വീട്ടില് പൊതുവെ നോർമൽ ഡേയ്സിലൊക്കെ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണോ കൂടുതലായിട്ട് ഉണ്ടാക്കുക? അങ്ങനെ വീട്ടിലെല്ലാവർക്കും അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് അത് ഇഷ്ടമാണ്. പക്ഷെ ബാക്കി ആർക്കും അങ്ങനെ തൃപ്തി ഇതില്ലാത്തോണ്ട് നമ്മൾ അവിടെ പോകുമ്പോഴാണ് കൂടുതൽ പരീക്ഷിക്കാറ്. ചില സമയത്ത് എനിക്ക് ഉണ്ടാക്കി തരും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുമ്പോ ഒരു സന്തോഷമല്ലേ? അതിങ്ങനെ അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നത് കാണുമ്പോ ഉണ്ടാക്കുന്നവർക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്, ഒരു നിർവൃതി എന്നൊക്കെ പറയില്ലേ. നമ്മുടെ കായ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ നാളികേരം നന്നായി ഫ്രൈ ആവണം. കായ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോ ഇങ്ങനെ നമ്മൾ ഒന്നത് എടുക്കുമ്പോ ഒന്നൊരു ഇത് നമ്മുടെ വീട്ടില് കൃഷി പരിപാടികളൊക്കെ ഉണ്ടോ ചെറിയ രീതിയിൽ? ഉണ്ട്. ഞാൻ തൊടിയില് കൃഷി ചെയ്തിട്ടുണ്ട്. വഴുതനങ്ങയും വെണ്ടയ്ക്കും ഒക്കെ വെച്ചിട്ടുണ്ട്. ഓണസദ്യയില് ചെറുതായിട്ട് ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നു പറമ്പില്. ഇപ്പൊ ജോലിക്ക് പോണ കാരണം ടൈം കിട്ടാറില്ല. പറഞ്ഞ കുറെ കാര്യങ്ങൾ കൂടി ചെയ്യാനുള്ള ടൈമില്ല. പയറൊക്കെ നട്ടിരുന്നു ഫസ്റ്റ്. ചേച്ചിയുടെ തൊടിയിലുള്ള ഐറ്റംസ് എന്തൊക്കെയാ? വഴുതനങ്ങ, വെണ്ടയ്ക്ക, കയ്പയ്ക്ക, മുളക് വെറൈറ്റി ഉണ്ട് കേട്ടോ. 4 വെറൈറ്റി മുളകുകളുണ്ട്. പിന്നെ കറിവേപ്പില ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഒരു അത്യാവശ്യത്തിന് ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് നമുക്ക് പറഞ്ഞു കിട്ടും. അതിന് നമ്മുടെ കൂടെ നമ്മുടെ മക്കളുടെയും കൂടെയും ഡാൻസ് ഉണ്ട്, അവരുടെയും കൂടി വീരനാട്യം ഉണ്ട്. ചെറിയ മക്കളും കളിക്കുന്നുണ്ട്. എത്ര വയസ്സുള്ള കുട്ടികൾ? 5 വയസ്സ് തൊട്ടിട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കോമ്പറ്റീഷൻസ് ഇതുപോലെ ഇതൊക്കെ വരുമ്പോ പ്രോഗ്രാംസ് വരുമ്പോ അവർ കൂടി ചേർന്ന് വരും. അപ്പൊ നമ്മൾ അവരുടെയും മേക്കപ്പും അവരുടെ കോസ്റ്റ്യൂമും അവരുടെ കാര്യങ്ങളും അവരെയും പഠിപ്പിച്ച് അവരെയും റെഡിയാക്കി ഒപ്പം നമ്മുടെ അത് വേറൊരു കുട്ടി ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഡ്രസ്സിങ്ങും ഇതൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ നമ്മള് എല്ലാറ്റിലും നമ്മുടെ ഒരു ശ്രദ്ധ വേണമല്ലോ അല്ലെ? കുട്ടികളാകുമ്പോ പ്രത്യേകിച്ച് അവർക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണല്ലോ. അപ്പൊ ഒരു വലിയ ടീമാണ് നിങ്ങളുടെ കുട്ടികളുടെ? 2 ടീമായിട്ടാണ് നമ്മള്. കൈത്താളം, തീർത്ഥം, അങ്ങനെ 2 ടീമാണ്. കൈത്താളം കുട്ടികൾ, തീർത്ഥം ഞങ്ങളുടെ. നമ്മുടെ കായ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എടുത്ത് നോക്കിയാൽ വല്ലാണ്ട് ഉടയാൻ പാടില്ല. അങ്ങനെ ഒരു വെന്ത പരുവത്തിലായിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ഇതായിരുന്നു. അതിലേക്ക് നമുക്ക് ആ കടലപ്പരിപ്പ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഈ കായയിലേക്ക് അത് കടലപ്പരിപ്പ് നല്ല വേവാൻ പാടില്ല. നമ്മളിങ്ങനെ പിടിക്കുമ്പോ ഒരു ഒന്ന് ഉടഞ്ഞു വരണ മാതിരി ഉണ്ടോ, ഈ ഒരു പരുവത്തിന് നമ്മൾ വേവാൻ പാടുള്ളൂ. അപ്പൊ ഇതാ എനിക്ക് ചേർക്കാം. അപ്പൊ ഓൾറെഡി കായ വേവിച്ചതിൽ നമുക്ക് കുറച്ച് വെള്ളമുണ്ട്, അതിലേക്കാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മള് ചേന വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്, വേവിക്കാം. അതിലേക്ക് ഇനി വെള്ളം വേണ്ട, നമുക്ക് അതിന്റെ വെള്ളം ഉണ്ടല്ലോ, നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പൊ അപ്പുറത്ത് തേങ്ങ ബ്രൗൺ കളർ ആവണ വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഇളക്കല് ശ്രദ്ധിക്കണം, കാരണം അത് ചില ഭാഗത്ത് തീ കൂടി കഴിഞ്ഞാൽ അവിടെ മാത്രം ബ്രൗൺ ആയി പോകും അല്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി, നാളികേരത്തിലേക്കാണോ അല്ല ഈ കഷ്ണത്തിലേക്ക് 1 സ്പൂണ് മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 ടീസ്പൂണ് മുളക് പൊടി, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി. അപ്പൊ മുളക് പൊടിയുണ്ട്, കുരുമുളക് പൊടിയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഹൈലൈറ്റ്. കുറച്ചിട്ട് നമ്മൾ കുരുമുളക് പൊടി അധികം ചേർക്കും. അധികം വെള്ളമില്ല, ചെറുതായിട്ടുള്ള വെള്ളമുള്ളൂ. എന്താണല്ലോ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്.
തീ എപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് അല്ലേ നമ്മള് ഇല്ല, നമ്മൾ കഷ്ണം വേവിക്കണവരെ വേണ്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കുറയ്ക്കാം. കുറച്ച് വെക്കാം. നാളികേരം എത്ര ഉള്ള കാരണം നമുക്കത് ഫ്രൈ ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ നമ്മുടെ നാളികേരം അവിടെ ബ്രൗൺ കളറായി വരുന്നുണ്ട് അല്ലേ? അതെ അതെ, ഒപ്പം തന്നെ ഈ വേവിച്ച ഐറ്റംസ് ഒക്കെ ഒന്നും കൂടെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. അപ്പൊ കുറുകി വരുമ്പോ നമുക്ക് അതിലേക്ക് ശർക്കര ചേർക്കാം. ശർക്കര പൊടിച്ചു പൊടിച്ചു വെച്ചിട്ടുണ്ട് ശർക്കരകൾ. ഇത് എത്ര ശർക്കര എടുക്കണം? അത് നമ്മളൊരു 2 അച്ച് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിലർക്ക് മധുരം വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ, അപ്പൊ ആ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. ഞാൻ ഒരു 3 സ്പൂൺ ഇടുന്നുണ്ട്. അതെ അതെ, അതിനനുസരിച്ച് കൂട്ടവും കുറയ്ക്കൊക്കെ ചെയ്യാം. 3 സ്പൂണ് ശർക്കര ഇട്ടിട്ടുണ്ട്. ശർക്കര ഒന്ന് പൊടിച്ചിട്ടുള്ളതാണ് ചേർത്തത്. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അല്ലേ? അതെ, ആ നാളികേരം ഇങ്ങനെ നല്ല ഒരു മണം വരുന്നുണ്ട് അല്ലേ? നാളികേരം കറിവേപ്പിലയും കൂടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് വെള്ളമൊക്കെ പറ്റിയിട്ടും പറ്റുന്നത്. ഞാനതൊന്ന് അടച്ചു വെച്ചൊന്ന് ആവിയാറട്ടെ. ഫാമിലി നമ്മൾ കുറെ നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞു. വീട്ടിൽ ആരൊക്കെയുള്ള രണ്ടുപേരുടെ? എൻ്റെ വീട്ടില് എൻ്റെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ മോൻ ഇപ്പോൾ ബാംഗ്ലൂരാണ്. അവൻ അവിടെ ജോലി കിട്ടി അവൻ അങ്ങോട്ട് പോയി. പിന്നെ അവൻ്റെ അമ്മയുണ്ട്, പിന്നെ അനിയൻ്റെ വൈഫുണ്ട്. അനിയൻ ദുബായിലാണ്. അനിയൻ്റെ വൈഫുണ്ട്. അവർ 2 മക്കളും ട്വിൻസാണ്. 2 മക്കളും ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ കുടുംബം. ഞങ്ങളുടെ കുടുംബം. ഇവിടെ എങ്ങനെയാ? എൻ്റെ ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ പിന്നെ മോള് ബാംഗ്ലൂരാ വർക്ക് ചെയ്യണത്, എയർ ഹോസ്റ്റസ് ആണ്. അപ്പൊ കോഴിക്കോട് മാറ്റം കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് വരും. ഓണത്തിന് വരും വീട്ടിലേക്ക്? ഓണത്തിന് ലീവ് കിട്ടിയ ചിലപ്പോ എത്തും. ഇപ്പൊ ഇന്നലെ പോയിട്ടേ ഉള്ളൂ വന്നിട്ട്. പിന്നെ മോനെ 5ൽ പഠിക്കുന്നു. പിന്നെ ഹസ്ബൻഡിന്റെ അമ്മ. ഞങ്ങൾ ഇവിടെ എങ്ങനെയാ ഓണത്തിന് എല്ലാരും വീട്ടിലേക്ക് എത്തുമോ മക്കളെ? മോൻ അതായത് ഇപ്പൊ പോയിട്ടേ ഉള്ളൂ, ഇപ്പൊ കിട്ടിയിട്ടേ ഉള്ളൂ. ക്യാമ്പസ് ഇന്റർവ്യൂ വഴി കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പൊ അവന് ട്രെയിനിങ് ടൈമാണ്. ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. നമ്മുടെ ഈ ശർക്കര കിട്ടൊന്നും ഇതായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നമുക്ക് അതെ അതെ കളർ ഇതായി. അതിലേക്ക് നമുക്ക് ആ നാളികേരം ജീരകവും കൂടി ഒന്ന് ഒതുക്കി വെച്ചത് ചേർക്കാം. മിക്സ് ചെയ്ത് എല്ലാം നല്ലോണം ചേർത്ത് കൊടുക്കാണ്. അതെ, ശരിക്കും കൂട്ട് കറിയായി. മെയിൻ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അതെ, ഇനി ഫ്രൈ ചെയ്ത നാളികേരം അതിൽ ചേർക്കുക. പിന്നെ അതിന് ശരിക്കും അധികം സമയമൊന്നും വേണ്ടല്ലേ കൂട്ടുകറിക്ക്? എല്ലാ സംഭവങ്ങളും വേവിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാകും. ഈ സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കുറെ ടൈം എടുക്കും എല്ലാം ഒന്ന് കഴിഞ്ഞ് അതോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാം ചെറുപടേന്ന് പരിപാടി തീർക്കുമോ? 2-3 കറിയൊക്കെ ഒരു അടുപ്പിൽ ഇങ്ങനെ വേഗം സെറ്റ് ആക്കി. അപ്പോ നമ്മുടെ നാളികേരം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. അതിലേക്ക് ഇനി എന്തെങ്കിലും ചേർക്കാനോ? അതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം. ഒരു നാളികേരത്തില് കുറച്ച് കുരുമുളക് ഫ്രൈ ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതങ്ങനെ ബ്രൗൺ കളറായി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ കൂട്ടുകറിയിലേക്ക് ചേർക്കാം. മിക്സ് നല്ല മണം വരുന്നുണ്ട്. ഈ നാളികേരം ഇങ്ങനെ ഫ്രൈ ആയി വന്നതിന്റെ ഒരു പ്രത്യേക മണമുണ്ട്. അപ്പൊ അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി കൂട്ടുകറി റെഡിയായി. ഇതാണ് ഫൈനൽ സ്റ്റെപ്പ്. പെട്ടെന്ന് കൂട്ടുകറി റെഡിയായി. അത് എല്ലാ ഇൻഗ്രീഡിയൻസും സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ വേവുന്ന ഒരു ടൈം മാത്രം മതി. ലുക്കായി. നമുക്കിത് ഇതിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതിനെ കാച്ചാനുള്ള പരിപാടി നോക്കാം. നമ്മുടെ ഒരു സ്ഥിരം കാച്ചൽ പരിപാടി. അതെ അതെ അതെ, എല്ലാവർക്കും അറിയാലോ അല്ലേ? ഈസി സ്റ്റെപ്പാണ്. നമുക്കൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ. ഇത് നമ്മള് ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ടിട്ട് കാച്ചു കേട്ടോ. ബാക്കി നമ്മള് കടുക് മുളക് മാത്രമല്ല ഇട്ടുള്ളൂ. നമ്മള് ഉഴുന്ന് പരിപ്പ് കൂടി ആഡ് ചെയ്യും. നമ്മൾ ഈ ഓണത്തിന്റെ കാര്യം പറയുമ്പോഴേ എപ്പോഴും പറയില്ലേ പഴയ ഓണം പുതിയ ഓണം. ഓണത്തിന് കുറെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നു. ഓണത്തിന് മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഓണത്തിന് മാറ്റം വന്നതായിട്ട് പണ്ട് നമ്മള് കുട്ടികളൊക്കെ ആവുമ്പോ പൂ പറിക്കാൻ പോവും, അങ്ങനെയൊക്കെയുള്ള ഇതല്ലേ എല്ലാരും കൂടി ഓർമ്മകളൊക്കെയാണ്. ഇപ്പൊ റെഡിമെയ്ഡ് കവറിൽ വാങ്ങുന്നു ഇടുന്നു. അതെ, മറ്റേത് അതൊരു രസമായിരുന്നു. രാവിലെ എല്ലാരും കൂടി പോയിട്ട് ഈ തുമ്പപ്പൂവ് മുക്കുറ്റി അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറിക്കാനായിട്ട്. പിന്നെ ഈ ഓണത്തിന്റെ ഇടയിലാണല്ലോ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നത്. ആ സമയത്ത് ഞങ്ങൾ തുമ്പപ്പൂവും പിന്നെ റെഡ് അങ്ങനത്തെ പൂവും കൊണ്ട് പതാക ഉണ്ടാക്കിയിടും. പൂക്കളം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് കടുക് ഇടാം.
ചേച്ചിയുടെ ഓണം എങ്ങനെയാ? നോർത്തില് ബന്ധുക്കൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവിടെയാണോ ഓണം ആഘോഷിക്കാറ്? ഇല്ല ഓണത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അവർക്ക് പിന്നെ അങ്ങനെയുള്ള ഒരു ഇതില്ലല്ലോ അവിടെ ഓണമേ ഇല്ലല്ലോ അല്ലെ? ഇപ്പൊ ഒക്കെ പിന്നെ മലയാളികൾ ലോകത്ത് എല്ലായിടത്തും ഉള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും ഓണം ആഘോഷിക്കാൻ തുടങ്ങി. പക്ഷെ മുൻപൊന്നും അങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ പിന്നെ ദീപാവലി അങ്ങനെ ആ സമയം എന്തായാലും പോവാറുണ്ട്. അപ്പൊ ഇവിടെ ഓണം ആവുമ്പോ ഇവിടെ ആഘോഷിക്കും, ദീപാവലി അവിടെ പോയി ആഘോഷിക്കും. ഒന്നും വിടാറില്ല. ഒന്നും വിടാറില്ല. പാചകം തുടങ്ങുന്ന സമയത്തൊക്കെ ഏറ്റവും പേടിയുള്ള അതെ 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 ഇപ്പോഴും കുറച്ച് മാറി നിൽക്കാൻ അതെ അല്ലാണ്ട് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടി നമുക്ക് അതിലേക്ക് ഉഴുന്നും പരിപ്പ് അതാണ് മെയിനായിട്ട്. നമ്മൾ കടുകും കറിവേപ്പിലൊക്കെ അല്ലേ കാച്ചുള്ളൂ. പിന്നെ നമ്മൾ ഉഴുന്നും പരിപ്പ് കൂടി സ്പെഷ്യലായിട്ട്, പിന്നെ 2 കറിവേപ്പില ഉണ്ട്, വറ്റൽമുളക്. ഈ കാച്ചുന്ന ഒരു ടൈമിലുള്ള മണവും നമുക്ക് അതെ, ഇതൊന്ന് ബ്രൗൺ കറിയാണെങ്കിലും ഈ മണം വായിൽ വെള്ളം വരും. ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ, ഉഴുന്ന് പരിപ്പ് ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഇളക്കി. ഇതും അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ്. ഒന്ന് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ അതുകൊണ്ട് നല്ലൊരു ബ്രൗൺ, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പൊ ആയല്ലേ, നമുക്കത് ഓഫ് ചെയ്യാം. അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ശബ്ദം കേൾക്കാം. ശബ്ദം കേൾക്കാം. ഇത് മിക്സ് ചെയ്യാം. ഫൈനൽ സ്റ്റെപ്പാണ്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കൂട്ടുകാർ നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ നല്ലത്. ചിലര് ഓയിലൊക്കെ ചേർത്തുണ്ടാക്കില്ലേ, നമുക്ക് വെളിച്ചെണ്ണ ഒന്നും കൂടി ടേസ്റ്റ് ആവും. നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ ആവുമ്പോൾ എപ്പോഴാ വെളിച്ചെണ്ണയുടെ ടേസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? അതെ, നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടോടുകൂടി എന്തായാലും വേവിക്കുന്ന ഒരു ടൈം മാത്രമേ ഭയങ്കര ഈസി പരിപാടിയാണല്ലോ. ഒരു എല്ലാം മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലത്തെ മെയിൻ ഒരു പരിപാടി. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം. നല്ല ചൂടുണ്ട്. ശരിക്കും നാളികേരം അതിന്റെ ഒരു ടേസ്റ്റ്, അത് കൂട്ടുകറിയുടെ. പിന്നെ കുരുമുളക് പൊടി, അതിന്റെ ആ ഒരു എരിവും പ്ലസ് ശർക്കരയുടെ മധുരം എല്ലാം ചേർന്ന് നല്ല. അപ്പൊ എല്ലാരും വെറുതെ എല്ലാം പറയുന്നത് കൂട്ടുകറിയുടെ മെയിൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, ശരിക്കും ഈ ആ ഒരു സ്മെല്ലില്ലേ, നമുക്കൊരു സദ്യ കഴിക്കുന്നല്ല. അത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ്. നമുക്ക് കടലയിൽ ഇട്ടിട്ടുണ്ടാക്കണേക്കാട്ടി ഒന്നും കൂടി നന്നായിട്ട് കടലപ്പരിപ്പില് നമുക്ക് നന്നാവും. ജീരകവും അതിന്റെ ടേസ്റ്റ് എല്ലാം കൂടി ശരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. മധുരവും എരിവും എല്ലാം കൂടെ ഒരു പ്രത്യേക നമ്മുടെ കൂട്ടുകറി ശരിക്കും സദ്യ കഴിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട്. അത് ഇത്ര ഈസിയാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഉണ്ടാക്കാനായിട്ട്. ചേച്ചി സ്പെഷ്യൽ ആണ്, ഇത് ഉണ്ടാക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും ഈസി ആയിട്ട് കൂട്ടുകറി ഉണ്ടാക്കാൻ പഠിച്ചു. തവണ നമുക്ക് ഓണത്തിന് കൂട്ടുകറി ഉണ്ടാക്കാൻ അറിയില്ല എന്നൊന്നും ആരും മാറി നിൽക്കണ്ട. ഇത്ര ഈസി ആയിട്ട് നല്ല സുഖമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു കൂട്ടുകറി റെസിപ്പി ഞങ്ങൾക്ക് തന്നത്. ഹാപ്പി ആണോ? ഹാപ്പി ആണോ?